Okay, good morning students. Myself Nishma. ഞാൻ നിങ്ങളുടെ പുതിയ ലെക്ചറാണ്. അത് മാത്രമല്ല നിങ്ങളുടെ ട്യൂട്ടറും കൂടെ ആണ് കേട്ടോ ഞാൻ. S3യുടെ ട്യൂട്ടറാണ് ഞാൻ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, EDM എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. ഒരു തിയറി പേപ്പറാണ്, സിമ്പിളാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നിങ്ങളുടെ ക്ലാസ്സിന് മാത്രമായിട്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതായത് ചില സാറുമാർ അല്ലെങ്കിൽ മിസ്സുമാർ ക്ലാസ് റെക്കോർഡഡ് ആയിട്ട് ഇടുന്നുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം, അത് കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞ് വരുമല്ലോ. ഇപ്പം നമുക്കറിയാം കൊറോണ ആയതുകൊണ്ട് കോളേജിൽ വരാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം തരുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താലല്ലേ ഞങ്ങൾക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഓരോരുത്തരായിട്ട് വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് ഇനി. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ഫോം എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ വരുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാം. നിങ്ങളെന്തായാലും വാട്സപ്പ് നോക്കാതിരിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല എന്നറിയാം. പിന്നെ ചില കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പാരൻസിൻ്റെ നമ്പർ ആയിരിക്കാം, അപ്പോൾ അവരുടെ ഫോണിലായിരിക്കാം. അപ്പോൾ പാരൻസിൻ്റെ അടുത്ത് ഒന്ന് സൂചിപ്പിച്ച് വെക്കുക, ഗ്രൂപ്പിൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറയണം എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ദിവസം ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കറക്റ്റായിട്ട് അത് ചെയ്യണം. ക്ലാസ് റെപ്പ് അതൊന്ന് കോർഡിനേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് സാറ്റർഡേ കണ്ടില്ലേ, ഗൂഗിൾ ഫോം കുറച്ച് പേര് ഫില്ല് ചെയ്യാനായിട്ട് അവരുടെ ലിസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. എന്നാൽ ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുക, ഞാൻ ഇപ്പം ചെയ്യാം എന്നെങ്കിലും പറഞ്ഞൊന്ന് റെസ്പോണ്ട് ചെയ്യുക. ഒരു റെസ്പോൺസും ഞാൻ കണ്ടില്ല. അവസാനം ഞാൻ റെപ്പിനെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ റെപ്പ് ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യണം. റെപ്പിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, നിങ്ങളുടെ കാര്യമാണ്. അപ്പം നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണം. ഓക്കെ, അപ്പം അതൊന്ന് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കുക. എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. നമ്മുടെ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, എൻവിറോൺമെൻറ്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. സബ്ജക്റ്റ് കോഡ് 3001. ഓക്കെ, ഇതിൽ നമുക്ക് 4 മൊഡ്യൂളാണ് ഉള്ളത്. 4 മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസിനെ കുറിച്ചാണ്. നമുക്ക് നോക്കാം. സെക്കൻഡ് മൊഡ്യൂളിലാണെങ്കിൽ എക്കോ സിസ്റ്റംസ് ആണ്. തേർഡ് മൊഡ്യൂള് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, അതിൻ്റെ കൺട്രോളും. ആൻഡ് ഫോർത്ത് മൊഡ്യൂളിൽ ഹസാർഡ്സും ഡിസാസ്റ്റേഴ്സ് ആൻഡ് മിറ്റിഗേഷൻ മെഷേഴ്സ്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂള് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതിൽ നമുക്ക് എന്തൊക്കെ നോക്കാനുണ്ട്? ഫോറസ്റ്റ് റിസോഴ്സസ്, വാട്ടർ റിസോഴ്സസ്, മിനറൽ റിസോഴ്സസ്, ഫുഡ് റിസോഴ്സസ്, എനർജി റിസോഴ്സസ്, ലാൻഡ് റിസോഴ്സസ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്കതിൽ നോക്കാനുള്ളത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് പഠിക്കാനുള്ളത് എൻവയോൺമെൻറ്റൽ സയൻസ് ആണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. എന്താ എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് വെച്ചാൽ? എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് എവറിത്തിങ് ദാറ്റ് എഫക്ട്സ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസം എന്ന് പറഞ്ഞ ഒരു ജീവിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാത്തിനെയും കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡി, അതാണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. അതായത് സ്റ്റഡി ഓഫ് ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ കമ്പോണൻസ് ഓഫ് ദ നാച്ചുറൽ വേൾഡ്. നമ്മുടെ വേൾഡിലുള്ള ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ കമ്പോണൻസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഫിസിക്കൽ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലാൻഡ്, വാട്ടർ, അതൊക്കെ ഫിസിക്കൽ കമ്പോണൻസ്. കെമിക്കൽ കമ്പോണൻസ് എന്താ? നമ്മൾ ശ്വസിക്കുന്ന വായു, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ കുറേ ഗ്യാസസ് ഉണ്ടല്ലേ നമ്മുടെ അന്തരീക്ഷത്തിൽ. അങ്ങനത്തെ കെമിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ്. അതുപോലെ ബയോളജിക്കൽ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗാനിസംസ്, നമ്മൾ, അതുപോലെ പ്ലാന്റ്സ്, ആനിമൽസ്, അതൊക്കെ ബയോളജിക്കൽ കമ്പോണൻസ്. അപ്പം ഈ മൂന്നും ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ കമ്പോണൻസ്, ഇത് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ത്? എൻവയോൺമെൻറ്റൽ സയൻസ്. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണോ അതിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കേസ് എടുക്കുക, ഹ്യൂമൻ പോയിന്റ് ഓഫ് വ്യൂ. നമ്മുടെ കേസ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളെ നമ്മൾ എന്തൊക്കെയാണ് കൺസേൺ ചെയ്യാറ്? നേച്ചർ, നമ്മുടെ ഹെൽത്ത്, എംപ്ലോയ്മെൻറ്റ്, പ്രോഫിറ്റ്, ലോ, പൊളിറ്റിക്സ്, എത്തിക്സ്, ഫൈൻ ആർട്സ്, എക്കണോമിക്സ്, ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് നമ്മുടെ കേസിലാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ
അനിമൽസിന്റെ ഒക്കെ കേസിലാണെങ്കിൽ പൊളിറ്റിക്സ് അതിനൊന്നും ഫൈൻ ആർട്സ് അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, അനിമൽസിന്റെ കേസിലാണെങ്കിൽ അവർക്ക് മെയിൻ ആയിട്ട് എന്താ ഫുഡ്, ഹെൽത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ. സോ ഒരു ഓർഗാനിസം, നമ്മളാവാം അല്ലെങ്കിൽ അനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്തും ആവാം, ഒരു ഓർഗാനിസത്തിനെ അതിന്റെ ലൈഫ് ടൈമിൽ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച്, അതിന്റെ ചുറ്റുപാട്, എൻവയോൺമെന്റ്, അതിന്റെ പരിസ്ഥിതി, അതിനെക്കുറിച്ച് പഠിക്കുന്ന സയൻസ് ആണ് എന്ത്, എൻവയോൺമെന്റൽ സയൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. അതായത് ഫസ്റ്റ് മൊഡ്യൂൾ ടോപ്പിക് എന്താ, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് അസോസിയേറ്റഡ് പ്രോബ്ലംസ് ആണ് ഫസ്റ്റ് നോക്കാനുള്ളത്. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് വെച്ചാൽ എന്താ, റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ, അതായത് നേച്ചർ നമുക്ക് തരുന്ന റിസോഴ്സസ്, നമുക്ക് ജീവിക്കാൻ വേണ്ടി നേച്ചർ എന്തൊക്കെ തരുന്നത്, അതാണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡഡ് ബൈ നേച്ചർ. നേച്ചർ നമുക്ക് തരുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് which are necessary for our day to day lives. നമുക്ക് ജീവിതത്തിന്, നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ നേച്ചർ തരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാ, പ്ലാന്റ്സ്, അനിമൽസ്, മൈക്രോബ്സ്, എയർ, വാട്ടർ, സോയിൽ, മിനറൽസ്, ഇതൊക്കെ എന്താ നാച്ചുറൽ റിസോഴ്സസ് ആണ്. അപ്പൊ നാച്ചുറൽ റിസോഴ്സസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഓക്കെ, അപ്പൊ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ അബണ്ടൻസ് ലൈക്ക് എയർ, സോളാർ, വിൻഡ്. ഓക്കെ, അതായത് അത് അബണ്ടന്റ് ആയിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ അവൈലബിൾ ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്താലും നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റിന്യൂ ചെയ്യാൻ പറ്റും. ഇപ്പൊ എയറിന്റെ കേസ് എടുക്കുക, നമ്മൾ ശ്വസിക്കുന്ന വായു, അത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഭൂമിയിൽ അത് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സോളാർ എനർജി, സണ്ണിന്റെ എനർജി, അതിപ്പോ രാത്രി അയച്ചാലും നെക്സ്റ്റ് ഡേ രാവിലെ ആകുമ്പോൾ വീണ്ടും സോളാർ എനർജി നമുക്ക് കിട്ടും. വിൻഡ്, കാറ്റ്, അങ്ങനത്തെയൊക്കെയാണ് എന്ത്, നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് അല്ല, നാച്ചുറൽ റിസോഴ്സസിലെ റിന്യൂവബിൾ റിസോഴ്സസ്, അതായത് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്താലും അതിനനുസരിച്ച് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന റിസോഴ്സ് ആണ് റിന്യൂവബിൾ റിസോഴ്സ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പൊ റിന്യൂവബിൾ ആണെന്ന് വിചാരിച്ച് നമ്മൾ അത് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ പ്ലാന്റ്സ്, അങ്ങനെ ഫോറസ്റ്റ്, അങ്ങനത്തെ റിസോഴ്സസ് ഒക്കെ ഉണ്ട്. ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, വുഡ് ഒക്കെ കിട്ടും. അത് നമ്മൾ റിന്യൂവബിൾ ആണെന്ന് വിചാരിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോറസ്റ്റ് എല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ അതിനനുസരിച്ച് ഫോറസ്റ്റ് ക്രിയേറ്റ് ആവാനും സമയം എടുക്കും. ഒരു മരം നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ 1-2 വർഷത്തിന്റെ ഉള്ളിൽ അതൊരു മരം ഒന്നും ആയി മാറില്ല അല്ലെ. ഇപ്പൊ ചില മരങ്ങൾ 10-15 വർഷം എടുക്കും. അപ്പൊ നമ്മൾ നശിപ്പിക്കുന്നതിന്റെ അതേ സ്പീഡിൽ അത് റിന്യൂ ആയിക്കൊള്ളുന്നില്ല. സോ നമ്മൾ അത് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. ഓക്കെ, അതുകൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ റിന്യൂ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് ആണ് റിന്യൂവബിൾ റിസോഴ്സസ്. ഓക്കെ, അടുത്തത് എന്താ, നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അത് നമുക്ക് അങ്ങനെ റിന്യൂ ചെയ്യാൻ പറ്റില്ല, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് അത് തീർന്നു പോകും. അതെന്തൊക്കെയാ, കോള്, ഓയില്, എക്സെട്ര. ഓക്കെ, പിന്നെ നാച്ചുറൽ റിസോഴ്സസിനെ നമുക്ക് മണി ഇൻ ബാങ്കുമായിട്ട് കമ്പയർ ചെയ്യാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നല്ല, അതായത് നമ്മളിപ്പോൾ ബാങ്കിൽ കുറച്ച് മണി ഡെപ്പോസിറ്റ് ചെയ്തു. ഇഫ് യു യൂസ് ഇറ്റ് റാപ്പിഡ്ലി ദ ക്യാപിറ്റൽ വിൽ ബി റെഡ്യൂസ്ഡ് സൂർ. അതായത് നമ്മൾ ബാങ്കിൽ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ എടുത്തുകൊണ്ടിരുന്ന എന്താ, അത് തീർന്നു. നേരെ മറിച്ച് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ആ പൈസയുടെ ഇൻട്രസ്റ്റ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിലോ നമ്മുടെ ആ ക്യാപിറ്റൽ അവിടെ തന്നെ കിടക്കും അല്ലേ. സോ അങ്ങനെ വേണം നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് റിസോഴ്സസ് തന്നെ എടുത്ത് ഇങ്ങനെ അതായത് റിസോഴ്സസിനെ നമുക്ക് ബാങ്കിൽ നമ്മൾ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ഇട്ടാൽ അതുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് യൂസ് ചെയ്യണം, അല്ലാണ്ട് എല്ലാം എടുത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കളയരുത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വേണം നമ്മളത് യൂസ് ചെയ്യാമെന്ന്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഡയഗ്രാം ആണ്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് അല്ലെങ്കിൽ എനർജി ഏതൊക്കെയാണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം എന്തൊക്കെയാ. റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി, സോളാർ എനർജി റിന്യൂവബിൾ ആണ്. ബയോമാസ് എനർജി, അത് റിന്യൂവബിൾ ആണ്. വിൻഡ് എനർജി, ജിയോതെർമൽ എനർജി എന്നൊക്കെ പറഞ്ഞാൽ ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നൊക്കെ വരുന്ന എനർജി. അതുപോലെ ഹൈഡ്രോ പവർ എനർജി, ഇതൊക്കെ റിന്യൂവബിൾ ആണ്. നോൺ റിന്യൂവബിൾ ഏതൊക്കെയാ, ഫോസിൽ ഫ്യൂവൽ, ന്യൂക്ലിയർ, നാച്ചുറൽ ഗ്യാസ്, കോള്, ഓക്കെ, പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നോൺ റിന്യൂവബിൾ ആണ്, നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ സൂക്ഷിച്ച് വേണം അത് യൂട്ടിലൈസ് ചെയ്യാൻ. കാരണം നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനൊക്കെ
വേണ്ട കാര്യങ്ങളാണ് അല്ലേ? അതിപ്പോ റിന്യൂവബിൾ ആണെങ്കിലും നമ്മൾ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫോറസ്റ്റ് റിസോഴ്സസ് അടുത്ത ഒരു മീൻ നാച്ചുറൽ റിസോഴ്സിൽ തന്നെ റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് ഫോറസ്റ്റ് റിസോഴ്സസ്. അപ്പൊ നമ്മൾ ഈ ലെക്ചറിൽ ഫോറസ്റ്റ് റിസോഴ്സസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അല്ലെ. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ബയോട്ടിക് കമ്മ്യൂണിറ്റി പ്രിഡോമിനന്റ് ഓഫ് ട്രീസ്. കൂടുതൽ എന്തായിരിക്കും, ട്രീസ് ആയിരിക്കും. ഷ്രബ്സ് എന്ന് വെച്ചാൽ കുറ്റിച്ചെടികൾ, or any other woody vegetation usually in a closed canopy. അപ്പോൾ ട്രീസും ഷ്രബ്സും അങ്ങനത്തെ വുഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി, അതാണ് എന്ത്, ഫോറസ്റ്റ്. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ആണെന്നുള്ളൂ. നമുക്കിപ്പം ആലോചിച്ചറിയാം ഫോറസ്റ്റ് എന്താന്നുള്ളത്. ജസ്റ്റ് ഡെഫിനിഷൻ വൈസ് പറയുമ്പോൾ ഇങ്ങനെ വേണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നാച്ചുറൽ സെൽഫ് സസ്റ്റൈനിങ് കമ്മ്യൂണിറ്റി characterized by vertical structure created by the presence of trees. അതായത് വെർട്ടിക്കൽ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കൽ ആയിട്ടുള്ള ട്രീസ്. അപ്പൊ അങ്ങനത്തെ ട്രീസിന്റെ പ്രസൻസ് വെച്ച് ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു സെൽഫ് സസ്റ്റൈനിങ് കമ്മ്യൂണിറ്റിയാണ് എന്ത്, ഫോറസ്റ്റ്. ട്രീസ് ആർ ലാർജ്, ജനറലി സിംഗിൾ സ്റ്റെംഡ് വുഡി പ്ലാന്റ്സ്. വലിയ വലിയ ട്രീസ് ആയിരിക്കും, സിംഗിൾ സ്റ്റെംഡ് ആയിരിക്കും, അതായത് ഒരൊറ്റ സ്റ്റെമ്മുള്ള, അങ്ങനെ ജനറലി അങ്ങനെ ആയിരിക്കും. അതല്ലാത്തയും ഉണ്ടാവും വുഡി പ്ലാന്റ്സ്, അതാണ് ട്രീസ്. ഇന്ത്യയിലാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലാൻഡ് ഏരിയയുടെ 23% എന്താണ്, ഫോറസ്റ്റ് ആണ്. ഓക്കെ, യൂസസ് ഓഫ് ഫോറസ്റ്റ് അതൊക്കെ നമുക്ക് ആലോചിച്ചറിയാം. ഫോറസ്റ്റ് നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും. ഇറ്റ്സ് എ സോഴ്സ് ഓഫ് റിന്യൂവബിൾ എനർജി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്താ ബയോമാസ് എനർജി, ട്രീസ്, അതെന്താ റിന്യൂവബിൾ ആയിട്ടുള്ള കാര്യമാണ്. എംപ്ലോയ്മെന്റ്, എന്താ ജോലി സാധ്യതയുള്ള സ്ഥലമാണ് ഫോറസ്റ്റിൽ അല്ലേ. ടിമ്പർ, നമുക്ക് എന്താ നമ്മളെ ഫർണിച്ചേഴ്സ് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാനുള്ള വുഡ് ടിമ്പറൊക്കെ അതിന്ന് കിട്ടും. നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ ആവശ്യമുള്ള ടിമ്പർ അതെല്ലാം ഫോറസ്റ്റിൽ നിന്ന് കിട്ടും അല്ലേ. റവന്യൂ, കൺട്രോൾ ഫ്ലഡ്, കൺട്രോൾ പൊല്യൂഷൻ, ഫ്ലഡ് കൺട്രോൾ ചെയ്യും, വെള്ളപ്പൊക്കം അല്ലേ. ഫോറസ്റ്റിലെ ട്രീസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ വെള്ളം ഒഴുകി വരികയാണെങ്കിൽ അതിന്റെ വേരുകൾ അതൊക്കെ വലിച്ചെടുക്കും, അല്ലെങ്കിൽ അത് തടഞ്ഞു നിർത്തിയിട്ട് ഫ്ലഡ് കൺട്രോൾ ചെയ്യും. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യും, സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യും, മണ്ണൊലിപ്പ് അതൊക്കെ തടയും ഫോറസ്റ്റ് അല്ലെ. അതുപോലെ ഒരു ടൂറിസം ആണ്. ഇപ്പം നല്ല പ്ലാന്റ് ഏരിയാസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പോവാറുണ്ട് അല്ലേ, ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഉപയോഗിക്കാം. ഇൻഡസ്ട്രീസ്, അത് ബേസ് ചെയ്തിട്ടുള്ള വുഡ് ഇൻഡസ്ട്രീസ് പോലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. അതുപോലെ മോയ്സ്ചർ കൺസർവേഷൻ എന്നാണ് കേട്ടോ, കൺവേർഷൻ അല്ല, മോയ്സ്ചർ കൺസർവേഷൻ എല്ലാം എന്താണ് ഫോറസ്റ്റിന്റെ യൂസസ് ആണ്. അപ്പൊ നമുക്ക് ജനറലി യൂസസ് ഇങ്ങനെ പറയാം. അപ്പോൾ ജസ്റ്റ് ഇതിനെ നമുക്ക് എന്താന്ന് വെച്ചാ, അതായത് യൂസസ് നമ്മൾ ജനറലി ഇപ്പൊ എന്തൊക്കെയാ യൂസസ് എന്ന് പറഞ്ഞു, നമ്മൾ ജസ്റ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ യൂസും എക്കണോമിക്കൽ യൂസും, എക്കോളജിക്കൽ യൂസും. അപ്പൊ കൊമേഴ്ഷ്യൽ യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വ്യാവസായികമായിട്ടുള്ള ഉപയോഗം എന്തൊക്കെയാണ്, നമ്മുടെ അതിന്ന് മണി ഏൺ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഫോറസ്റ്റിന്റെ ഒരു ചീഫ് പ്രൊഡക്റ്റ് എന്താണ്, വുഡ് തന്നെയാണ്. വുഡ് എടുത്തിട്ടാണ് നമ്മൾ അതൊരു കൊമേഴ്ഷ്യൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിനൊക്കെ, യൂസ്ഡ് ആസ് ഫ്യൂവൽ, അത് വുഡ് നമ്മൾ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യും, വിറക് കത്തിക്കാൻ അല്ലെ. അതുപോലെ റോ മെറ്റീരിയൽ ഫോർ വേരിയസ് ഇൻഡസ്ട്രീസ്, അതായത് കുറെ ഇൻഡസ്ട്രീസിൽ അതൊരു റോ മെറ്റീരിയൽ ആണ്. അതായത് വുഡ് വെച്ചാണ് കുറെ ഇൻഡസ്ട്രീസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാ, പൾപ്പ്, പേപ്പർ ഉണ്ടാക്കാൻ, ന്യൂസ് പ്രിന്റ്, ബോർഡ്, ഓക്കെ, അങ്ങനത്തെ ഇൻഡസ്ട്രീസിലൊക്കെ ടിമ്പർ ഒരു റോ മെറ്റീരിയൽ ആണ്. അതുപോലെ നമ്മളെ വീടുകളിലുള്ള ഫർണിച്ചറുകൾ, എല്ലായിടത്തും വീടുകളിൽ മാത്രമല്ല ഫർണിച്ചറുകൾ, ടിമ്പർ വെച്ചിട്ട് ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്നു. മാച്ചസ്, സ്പോർട്സ് ഗുഡ്സ് എക്സെട്ര, ഇതൊക്കെ എന്താ നമ്മൾ ടിമ്പർ വെച്ച് അല്ലെങ്കിൽ വുഡ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ കൊമേഴ്ഷ്യൽ യൂസ് ആയിട്ട് വരുന്നത്. അത് മാത്രമല്ല, ഇന്ത്യൻ ഫോറസ്റ്റ് സപ്ലൈസ് മിനറൽസ് ലൈക്ക് ഗംസ്, റെസിൻസ്, ഡൈസ്, ചില മരങ്ങളിലൊക്കെ ഈ പശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ടാനിങ്സ്, ഫൈബേഴ്സ് അതൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ many forest lands are used for mining, agriculture, grazing and recreation for dam development. But forest lands ഒക്കെ എന്തിനെ യൂസ് ചെയ്യാം, മൈനിങ്ങിന്, അതായത് മിനറൽസ് ഒക്കെ കുഴിച്ചെടുക്കാൻ വേണ്ടി അങ്ങനത്തെ മൈനിങ്ങിന് യൂസ് ചെയ്യും. അഗ്രികൾച്ചർ, നമ്മളിപ്പോ എന്താ
നമ്മളെ പോപ്പുലേഷനൊക്കെ കൂടി വരികയാണ് അല്ലേ. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എന്താ അഗ്രികൾച്ചർ തന്നെ വേണം. അപ്പം അഗ്രികൾച്ചറൽ ലാൻഡ് ഇല്ലെങ്കിൽ ഇനഫായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫോറസ്റ്റ് ലാൻഡ്സ് ഒക്കെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് അത് അഗ്രികൾച്ചറൽ ലാൻഡായിട്ട് യൂസ് ചെയ്യും. അതുപോലെ ഗ്രേസിങ് എന്ന് വെച്ചാൽ എന്താ, ഈ കന്നുകാലികളെയൊക്കെ മേയ്ക്കാൻ വിടില്ലേ, അങ്ങനത്തെ ലാൻഡ്. അതുപോലെ റിക്രിയേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വിനോദസഞ്ചാരത്തിന്, അങ്ങനെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സന്തോഷത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ യൂസ് ചെയ്യും. നമ്മൾ ടൂറിസത്തിനൊക്കെ യൂസ് ചെയ്യില്ല, അത് അതേപോലെ ഡാം ഡെവലപ്മെന്റ്, ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാം. ഡാംസ് കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം കെട്ടി നിർത്തണം, നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ ഇറിഗേഷൻ അങ്ങനത്തെ ഒക്കെ പർപ്പസിന് ആവശ്യമുള്ള വെള്ളം കെട്ടി നിർത്തണം. അതിനൊക്കെ നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യും. അതിനും എന്ത് വേണം, ഫോറസ്റ്റിന്റെ ഏരിയാസ് യൂസ് ചെയ്യേണ്ടി വരും. കാരണം അത്രയും ലാർജ് ഏരിയയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമുക്ക് സിറ്റീസിലൊന്നും പോയി ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ നമ്മൾ അതിനു വേണ്ടി ഫോറസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, വെട്ടി നശിപ്പിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് എന്താണ് കൊമേഴ്ഷ്യൽ യൂസ് ആയിട്ട് പറയുന്നത്. നമ്മൾ മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കൊമേഴ്ഷ്യൽ യൂസ്. ഓക്കെ. അപ്പൊ അടുത്തതാണ് എന്താണ് എക്കോളജിക്കൽ യൂസ്. അത് മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എക്കോളജിക്കലി എന്തൊക്കെയാണ്, അതായത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. അറിയാം നമ്മൾ ഇപ്പം ട്രീസ് മാത്രമല്ല, പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ്, അതായത് അവര് ആഹാരം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് അല്ലെ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ ആണ് പുറന്തള്ളുന്നത്. സോ പ്രൊഡക്ഷൻ ഓഫ് ഓക്സിജൻ. അതുപോലെ ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസ് ചെയ്യും. ഗ്ലോബൽ വാർമിംഗ് ടെമ്പറേച്ചർ കൂടി വരും. അപ്പൊ അതൊക്കെ റെഡ്യൂസ് ചെയ്യും ട്രീസ് ഉണ്ടെങ്കിൽ. വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്, അതൊരു ഹാബിറ്റാറ്റ് തന്നെയല്ലേ. കുറേ ജീവികളും കുറേ മൃഗങ്ങളും അതുപോലെ ചെറിയ ചെറിയ മൈക്രോബ്സിന്റെ ഒക്കെ ഒരു ഹാബിറ്റാറ്റ്, ഒരു ആവാസമാണ് ഇത് അല്ലെ, ഇത് ഫോറസ്റ്റ് അല്ലെ. അപ്പൊ അങ്ങനെയായിട്ട് അത് വർക്ക് ചെയ്യും. റെഗുലേഷൻ ഓഫ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്താ, മഴ പെയ്ത് നമുക്ക് വെള്ളം കിട്ടുന്നത് അതെങ്ങനെയാ, ഈ പ്ലാന്റ്സിന്റെ ഇലകളിൽ നിന്ന് ട്രാൻസ്പിരേഷൻ വഴി എന്ത് വെള്ളം മുകളിലേക്ക് പോവും അല്ലെ, നീരാവിയായി പോവും. ഓക്കെ. അത് എന്നിട്ട് കണ്ടൻസ് ചെയ്തിട്ടാണ് മഴയായിട്ട് പെയ്യുന്നത്. സോ അങ്ങനെ റെഗുലേഷൻ ഓഫ് ഹൈഡ്രോളജിക്കൽ സൈക്കിളിലൊക്കെ എന്താ ഈ ഫോറസ്റ്റിന് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഉണ്ട് അല്ലെ. സോയിൽ കൺസർവേഷൻ എന്താ, മണ്ണൊലിപ്പ് തടയുന്നു, സോയിൽ ഇറോഷൻ തടയുന്നു, മണ്ണിനെ സംരക്ഷിച്ചു നിർത്തുന്നു. പൊല്യൂഷൻ മോഡറേറ്റേഴ്സ് ആണ്, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നു. ഇതൊക്കെ ഫോറസ്റ്റിന്റെ യൂസസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഫോറസ്റ്റിന്റെ ജനറൽ യൂസസ് കണ്ടു. അതിനെ നമ്മൾ കൊമേഴ്ഷ്യൽ ആൻഡ് എക്കോളജിക്കൽ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഓവർ യൂട്ടിലൈസേഷൻ ഫോറസ്റ്റിന്. മാൻ ഡിപ്പെൻഡ്സ് ഫോറസ്റ്റ് ഫോർ ഫുഡ്, മെഡിസിൻ, ഷെൽട്ടർ, വുഡ് ആൻഡ് ഫ്യൂൽ. എന്തിനൊക്കെ മനുഷ്യർ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഫുഡിന് വേണ്ടി മെഡിസിൻ ഉണ്ടാക്കുന്നുണ്ട് ചില പ്ലാന്റ്സ് വെച്ചിട്ട്, ഷെൽട്ടർ ആണ്, വുഡ്, അതുപോലെ ഫ്യൂവൽ, വിറകൊക്കെ നമ്മൾ കത്തിക്കാൻ ഒക്കെ, അങ്ങനെയൊക്കെ എല്ലാ യൂസും ഉണ്ട്. മനുഷ്യർ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ, വിത്ത് ഗ്രോയിങ് സിവിലൈസേഷൻ ദ ഡിമാൻഡ് ഫോർ ഫോറസ്റ്റ് റിസോഴ്സ് ആൾസോ ഇൻക്രീസിങ്, which resulting large scale logging, mining, road building and forest clearance. എന്താ, അപ്പൊ നമ്മൾ മനുഷ്യർ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ഫോറസ്റ്റിനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുതലാണ് ഫോറസ്റ്റ് റിസോഴ്സസിന്. കാരണം നമ്മുടെ ഫുഡ്, മെഡിസിൻ ഇതിനൊക്കെ നമ്മൾ ഫോറസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ ഈ ആവശ്യങ്ങൾക്കെല്ലാം എന്തായിരിക്കും, ഫോറസ്റ്റ് ക്ലിയറൻസ്, അതായത് ഡീഫോറസ്റ്റേഷൻ നടക്കും അവിടെ. അതായത് കാട് വെട്ടിത്തെളിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. അപ്പൊ പോപ്പുലേഷൻ കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഡിമാൻഡ് കൂടി വരുന്നത് കൊണ്ട് മൈനിങ്ങിന്, റോഡ് ബിൽഡിങ്ങിന്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഗതാഗത സൗകര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി റോഡ് ബിൽഡിങ് നടക്കും. റോഡ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യും. അതൊക്കെ നമ്മൾ ഏത് കൂടെ, ഈ കാടൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈസി റൂട്ട് ഉണ്ടാക്കലും അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനും ഒക്കെ നമ്മൾ ഈ ഫോറസ്റ്റ് വെട്ടി നശിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. സോ അതൊക്കെ നമ്മുടെ ഇൻക്രീസിങ് പോപ്പുലേഷൻ ആണ് എന്ത്, ഈ ഡീഫോറസ്റ്റേഷന് കാരണം. ഓക്കെ. അതുപോലെ ഫോറസ്റ്റ് കോൺട്രിബ്യൂട്ട്സ് സബ്സ്റ്റൻഷ്യലി ടു ദ നാഷണൽ എക്കോണമി. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫോറസ്റ്റ് ലീഡ് ടു ഡീഫോറസ്റ്റേഷൻ. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ് എന്ത്, ഡീഫോറസ്റ്റേഷൻ ഉണ്ടാക്കുന്നത്. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാട് വെട്ടി നശിപ്പിക്കുന്നതിനാണ് നമ്മൾ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ.
സോ എന്താ ജനറലി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ പോപ്പുലേഷൻ കൂടി വരുന്നതുകൊണ്ട് നമ്മുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഫോറസ്റ്റ് ഒക്കെ വെട്ടി നശിപ്പിക്കുന്നു. ഓക്കെ, അതാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫോറസ്റ്റേഷനിലേക്ക് വരികയാണെങ്കിൽ എന്താ ഡിഫോറസ്റ്റേഷൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ലോസ് ഓഫ് ഫോറസ്റ്റ് കവർ. ലാൻഡ് ഈസ് പെർമനന്റ്ലി കൺവേർട്ടഡ് ഫ്രം ഫോറസ്റ്റ് ടു അഗ്രികൾച്ചറൽ ആൻഡ് ഹോം, ലേക്സ് ഓർ ഡിസേർട്ട്സ്. അതായത് ഫോറസ്റ്റ് ലാൻഡ്, കാടായി കിടന്നിരുന്ന സ്ഥലം പെർമനന്റ്ലി എന്താവും മാറുകയാണ്, അഗ്രികൾച്ചറൽ ലാൻഡായി മാറും. കാരണം നമുക്ക് നമ്മുടെ ഫുഡിന് വേണ്ടി നമുക്ക് എന്താ അഗ്രികൾച്ചർ തന്നെ പറ്റുള്ളൂ, കൃഷി ചെയ്തുണ്ടാക്കണം. അതിന് സ്ഥലമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫോറസ്റ്റ് തന്നെ വെട്ടി നശിപ്പിച്ച് അത് അഗ്രികൾച്ചറൽ ലാൻഡ് ആക്കും. അതുപോലെ ഹോം, നമ്മുടെ ഷെൽട്ടർ, നമുക്ക് താമസിക്കാനുള്ള സ്ഥലം, അതിനു വേണ്ടി നമ്മൾ ഫോറസ്റ്റ് വെട്ടി നശിപ്പിക്കും. ലേക്സ്, ഡെസേർട്ട്സ് ഒക്കെ ആയി മാറും ഫോറസ്റ്റ്. അതിനെയാണ് നമ്മൾ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ്, ഫോറസ്റ്റിനെ അങ്ങ് നശിപ്പിക്കുക, അതാണ് ഡീഫോറസ്റ്റേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാട് വെട്ടിത്തെളിക്കുക. ഓക്കെ. The total forest area of the world in 1990 was 7,000 million hectares. അതായത് 1990 7000 മില്യൺ ഹെക്ടേഴ്സ് ആയിരുന്നു ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ നമ്മുടെ ലോകത്ത്. അത് 2000 കൂടെ 2000 വർഷം, 1990 കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞു, 2000 എത്തിയപ്പോഴത്തേക്ക് 2300 മില്യൺ ഹെക്ടർ ആയി. അതായത് 7000 മില്യൺ ഹെക്ടർ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ലാൻഡ് 2300 മില്യൺ ഹെക്ടർ ആയി കുറഞ്ഞു 10 വർഷത്തിനുള്ളിൽ. അത്രയും എന്താ ഡീഫോറസ്റ്റേഷൻ നടക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. Deforestation rate is less in temperature countries, but it is very alarming in tropical countries. Tropical countries ലൊക്കെ അത് ഭയങ്കര ഒരു ഭയപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം എന്താ, tropical countries എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ അന്തരീക്ഷ ഊഷ്മാവ് കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഡീഫോറസ്റ്റേഷൻ നടക്കുമ്പോൾ എന്താ ഗ്ലോബൽ വാർമിംഗ് എല്ലാം വരും. സോ ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി അലാമിംഗ് ഇൻ ട്രോപ്പിക്കൽ കൺട്രീസ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിന് കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പ്രസൻസ് ഓഫ് വേസ്റ്റ് ലാൻഡ് ഇസ് എ സൈൻ ഓഫ് ഡിഫോറസ്റ്റേഷൻ. അതായത് വേസ്റ്റ് ലാൻഡ് തരിശു ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ, അത് ഡിഫോറസ്റ്റേഷൻ നടന്നു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം അങ്ങനെ വേസ്റ്റ് ലാൻഡ് ഉണ്ടാവണമെങ്കിൽ ഫോറസ്റ്റ് വെട്ടി നശിപ്പിച്ച് അത് തരിശുഭൂമി ആക്കിയിട്ടുണ്ടാവും നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അതാണ് വേസ്റ്റ് ലാൻഡിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സൈൻ ഓഫ് ഡിഫോറസ്റ്റേഷൻ. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതൊന്ന് സമ്മറൈസ് ചെയ്യുന്നേ ഉള്ളൂ. ഡീഫോറസ്റ്റേഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വേണം എന്താ, അഗ്രികൾച്ചർ. നമ്മൾ അഗ്രികൾച്ചറൽ ലാൻഡിന് വേണ്ടി ഫോറസ്റ്റ് വെട്ടി നശിപ്പിക്കുന്നു, ഡീഫോറസ്റ്റേഷൻ നടക്കുന്നു. ഓക്കെ, അഗ്രികൾച്ചർ എന്തിനാ, നമുക്ക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ മെയിൻ കാരണം എന്താ, നമ്മൾ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്തായാലും അഗ്രികൾച്ചറൽ ലാൻഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷന് വേണ്ടി. സോ അതിനു വേണ്ടി നമ്മൾ ഡീഫോറസ്റ്റേഷൻ നടക്കുന്നു. കൊമേഴ്ഷ്യൽ ലോഗിങ്, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഡീഫോറസ്റ്റേഷൻ നടക്കുന്നു. അതുപോലെ റൈസിങ് ക്യാഷ് ക്രോപ്സ് ഫോർ ഇൻക്രീസ്ഡ് എക്കോണമി. അതെന്താന്ന് വെച്ചാൽ ക്യാഷ് ക്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാന്റ്സ് തന്നെ. നമ്മൾ ആ പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യണത്, അതായത് ആ ചെടികൾ നമ്മൾ വളർത്തുന്നത് എന്തിനാണ്, നമ്മളെ ക്യാഷ് ഉണ്ടാക്കുക. അത് സെല്ല് ചെയ്തിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ക്രോപ്സ്, അതായത് ഇപ്പൊ നമ്മുടെ സ്പൈസസ് ഒക്കെ, സുഗന്ധവ്യഞ്ജനങ്ങളില്ലേ, അതുപോലെ കോഫി, അങ്ങനത്തെ ഒക്കെ ക്രോപ്സ് ഉണ്ടാവില്ല, അതൊക്കെയാണ് ഈ ക്യാഷ് ക്രോപ്സ്. അപ്പൊ നമ്മൾ ഡീഫോറസ്റ്റേഷൻ നടത്തിയിട്ട് ഈ ക്യാഷ് ക്രോപ്സ് പ്ലാന്റ് ചെയ്യും. എന്തിനാ, നമ്മുടെ എക്കോണമി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട്, അങ്ങനത്തെ ക്യാഷ് ക്രോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡീഫോറസ്റ്റ് ചെയ്യും. അല്ലാതെ നമ്മുടെ സാധാരണ മരങ്ങൾ കൊണ്ട് കാര്യമില്ലല്ലോ, നമുക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഈ ക്യാഷ് ക്രോപ്സ് വേണം. അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡീഫോറസ്റ്റേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ മൈനിങ്, മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീഫോറസ്റ്റേഷൻ. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിന്റെയൊക്കെ ബേസിക് കാര്യം എന്താണ്, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഡിമാൻഡ്സ് കൂടി വരുന്നു. അങ്ങനെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡീഫോറസ്റ്റേഷൻ ഒക്കെ നടക്കുന്നത്. അർബണൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. അർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാമപ്രദേശങ്ങളൊക്കെ നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. അതിനെയാണ് അർബണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ കാടൊക്കെ വെട്ടി നശിപ്പിച്ച് അവിടെയൊക്കെ പുതിയ ബിൽഡിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അല്ലെ. അതും എന്താ, ഡീഫോറസ്റ്റേഷൻ ഒരു കാരണമാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ, പുതിയ ഇൻഡസ്ട്രീസ് ഒക്കെ വരുമ്പോഴും അതെല്ലാം എന്താ, ഈ ഡീഫോറസ്റ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം വരുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ആൻഡ് റിസർവോയേഴ്സ്.
ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിലും എല്ലാം നമ്മൾ ഈ കാട് വെട്ടി നശിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ്, ഫോറസ്റ്റ്, പിന്നെയുള്ള ഒരു കാര്യം ഫോറസ്റ്റ് ഫയേഴ്സ്, നാച്ചുറൽ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അത് കാട്ടുതീ, അങ്ങനെ കുറെ കാട് നശിച്ചു പോകും. അത് അത് ഡീഫോറസ്റ്റേഷൻ തന്നെയാണ്. അത് ഫോറസ്റ്റ് ഫയർ കാരണം ഉണ്ടാവുന്ന ഡീഫോറസ്റ്റേഷൻ. പിന്നെ പൊല്യൂഷൻ ഡ്യൂ ടു ആസിഡ് റെയിൻസ് കാരണം ഉണ്ടാവുന്നത്. ഹ്യൂമൻ എൻക്രോച്ച്മെന്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഹ്യൂമൻസ് ഫോറസ്റ്റിൽ എൻക്രോച്ച് ചെയ്യുന്നു വെച്ചാൽ അതിക്രമിച്ച് കടന്ന് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതെല്ലാമാണ് ഡീഫോറസ്റ്റേഷന്റെ കാരണങ്ങൾ. നമ്മളപ്പോ കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രോബ്ലംസ് ഡ്യൂ ടു ഡീഫോറസ്റ്റേഷൻ ആണ്. ഡീഫോറസ്റ്റേഷൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെയാണ് ഫുഡ് പ്രോബ്ലംസ്. ഫുഡ് പ്രോബ്ലംസ് എങ്ങനെ ഉണ്ടാവും? ഡീഫോറസ്റ്റേഷൻ നടന്നു കഴിഞ്ഞാൽ, അതായത് മരങ്ങളില്ലെങ്കിൽ മഴ കുറയും. മഴ കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല അല്ലെ? അപ്പൊ വെള്ളം കുറയുമ്പോൾ ഫുഡ് പ്രോബ്ലംസ് വരും. വെള്ളം ഉണ്ടെങ്കിലല്ലേ പ്ലാന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുള്ളൂ. സോ അങ്ങനെ ഫുഡ് പ്രോബ്ലംസ് ഉണ്ടാവും. എക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാവും. ഇൻക്രീസിങ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് കൂടും അല്ലെ? അതുപോലെ ഫ്ലഡ് ലീഡിങ് ടു സോയിൽ ഇറോഷൻ, അതായത് വെള്ളപ്പൊക്കം. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, ലീഡിങ് ടു സോയിൽ ഇറോഷൻ, അത് മണ്ണൊലിപ്പ് ഉണ്ടാക്കും. കാരണം വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുമ്പോൾ മണ്ണും കൂടെ അതിന്റെ കൂടെ ഒലിച്ചു പോകും. എപ്പോ ഡീഫോറസ്റ്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, മരങ്ങളില്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോൾ അതിന്റെ കൂടെ മണ്ണും കൂടെ ഒലിച്ചു പോകും. അത് തന്നെ എന്തിന് കാരണമാവും? ഹെവി സിൽട്ടേഷൻ ഓഫ് ഡാംസ്. അങ്ങനെ സോയിൽ ഇറോഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഡാംസിൽ ചെന്ന് അടിയും അല്ലെ? എവിടെയെങ്കിലും നമ്മളൊരു ഒബ്സ്ട്രക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ അത് എവിടെയെങ്കിലും ചെന്ന് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് അടിയും അല്ലെ? അങ്ങനെ ഹെവി സിൽട്ടേഷൻ ഓഫ് ഡാംസിലൊക്കെ സിൽട്ട് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ മണ്ണ്, ആ മണ്ണ് അത് സിൽട്ടേഷൻ സംഭവിക്കും, അടിഞ്ഞുകൂടും. ഓക്കെ, അതുപോലെ ഡിസ്ട്രക്ഷൻ ഓഫ് റിസോഴ്സിന്റെ ഒരു ഡിസ്ട്രക്ഷൻ ആണ് ഡീഫോറസ്റ്റേഷൻ. നമ്മുടെ റിസോഴ്സ് അവിടെ മരങ്ങൾ അല്ലെ? ഫോറസ്റ്റ്, നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് ആണ്, അതിന്റെ ഡിസ്ട്രക്ഷൻ. പിന്നെ ചേഞ്ചസ് ഇൻ മൈക്രോ ക്ലൈമറ്റ്. ഇപ്പോൾ ഈ മരങ്ങളും ഫോറസ്റ്റും ഒക്കെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന് ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് ഉണ്ട് അല്ലെ? സോ അതിന്റെ ചേഞ്ച് ഉണ്ടാവും. മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ, ഡീഫോറസ്റ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കുറേ അനിമൽസ് അല്ലെങ്കിൽ മൈക്രോബ്സ്, ചെറിയ ചെറിയ ജീവികളെല്ലാം ഈ ഫോറസ്റ്റിൽ ഉണ്ടാവും അല്ലെ? ഡീഫോറസ്റ്റേഷൻ നടന്നു കഴിഞ്ഞാൽ അതെല്ലാം നശിച്ചു പോകും. അപ്പൊ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഗ്ലോബൽ വാർമിംഗ്, ടെമ്പറേച്ചർ കൂടി ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാവും. ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹ്യൂമിഡ് റീജിയൻ ചേഞ്ചസ് ടു ഡിസേർട്ട്, അതായത് ഹ്യൂമിഡ് ആയിട്ടുള്ള മോയ്സ്ചർ ഒക്കെ ഉള്ള റീജിയൺ ആണെങ്കിൽ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു മരുഭൂമി പോലെ ആയി മാറും അല്ലെ? അതാണ് ഡീഫോറസ്റ്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ടിമ്പർ എക്സ്ട്രാക്ഷൻ. ടിമ്പർ എക്സ്ട്രാക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരം വെട്ടുക. അതായത് ഇപ്പം ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ ഒന്നിച്ച് കാട് വെട്ടിത്തെളിക്കുക എന്നുള്ള ഒരു മീനിങ് ആയിരുന്നു. പക്ഷെ ടിമ്പർ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കായി, ഡെയിലി നീഡ്സിനായിട്ടായിരിക്കാം നമ്മൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കുക. അതാണ് ടിമ്പർ എക്സ്ട്രാക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫ്യൂവലിന് വേണ്ടിയിട്ട്, വിറകിന് വേണ്ടിയിട്ട്, അങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ടിമ്പർ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഡീഫോറസ്റ്റേഷൻ. അത് കൂടുതലാവുമ്പോൾ അതൊരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാവുമ്പോൾ അത് ഡീഫോറസ്റ്റേഷൻ സംഭവിക്കാൻ, ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാസ്റ്റ് റിമൈനിങ് ഫോറസ്റ്റ് സംഭവിക്കാം. ഓക്കെ, ഇറ്റ് ഹാംസ് ദ വാല്യൂബിൾ സ്പീഷീസ് ഓഫ് ട്രീസ്, ബേർഡ്സ് ആൻഡ് വൈൽഡ് അനിമൽസ്. അതായത് ട്രീസിലുള്ള സ്പീഷീസ്, ചെറിയ ചെറിയ ജീവികൾ ഉണ്ടാവില്ലേ, അതിനെ ഹാം ചെയ്യാം. ബേർഡ്സ്, ആ ഒരു മരത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബേർഡ്സ് ഉണ്ടാവും. അതുപോലെ വൈൽഡ് അനിമൽസ്, അവരെയൊക്കെ ഹാം ചെയ്യാം. സംടൈംസ് ഇറ്റ് ഈസ് നെസസറി ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്. അതായത് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങളല്ല, ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇതുപോലെ നമ്മുടെ ഹ്യൂമൻസിന്റെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, ഡ്യൂറിങ് എക്സ്ട്രാക്ഷൻ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എക്സ്ട്രാക്ഷന്റെ സമയത്ത് കട്ടിംഗ്, ഫെല്ലിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് ഷുഡ് ബി ഡൺ സെലക്റ്റീവ്ലി ആൻഡ് കെയർഫുള്ളി in a planned manner in order to save the remaining forest and biodiversity. അപ്പൊ നമ്മളിങ്ങനെ മരങ്ങൾ വെട്ടുന്ന സമയത്ത്, എക്സ്ട്രാക്ഷന്റെ സമയത്ത് കട്ടിങ്ങും അത് മുറിച്ചിടലും ഹാൻഡിൽ ചെയ്യലും ഒക്കെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള
കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഇൻ എ പ്ലാൻഡ് മാനറിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിമൈനിങ് ഫോറസ്റ്റിനെ എങ്കിലും സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇത് നമുക്ക് ചിലപ്പോൾ ചെയ്തേ പറ്റൂ. നമ്മുടെ ഡിമാൻഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ടിമ്പർ എക്സ്ട്രാക്ഷൻ ചെയ്തേ മതിയാവും. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് റിമൈനിങ് ഫോറസ്റ്റ്, ബാക്കിയുള്ള ഫോറസ്റ്റിനെയെങ്കിലും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കട്ട് ചെയ്യുന്നതും ഫെല്ല് ചെയ്യുന്നതും അത് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ഒന്ന് സെലക്റ്റീവ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും, അതായത് റിമൈനിങ് ആയിട്ടുള്ള ഫോറസ്റ്റിനെയെങ്കിലും സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എഫക്ട്സ് ഓഫ് ടിമ്പർ എക്സ്ട്രാക്ഷൻ ഇതിപ്പോ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ടിമ്പർ എക്സ്ട്രാക്ഷൻ അൾട്ടിമേറ്റ്ലി എന്താ, ഡീഫോറസ്റ്റേഷൻ ആണ് സംഭവിക്കുന്നത്. സോ ഡീഫോറസ്റ്റേഷന്റെ എഫക്റ്റുകളൊക്കെ തന്നെയാണ് ടിമ്പർ എക്സ്ട്രാക്ഷന്റെ എഫക്ട്സ്. എന്താ, പുവർ ലോഗിങ് റിസൾട്ട്സ് ഇൻ ഡിഗ്രേഡഡ് ഫോറസ്റ്റ്, സോയിൽ ഇറോഷൻ എസ്പെഷ്യലി ഓൺ സ്ലോപ്പ്, നമ്മൾ പറഞ്ഞു മണ്ണൊലിപ്പ് ഉണ്ടാവും. അതുപോലെ സെഡിമെന്റേഷൻ ഓഫ് ഇറിഗേഷൻ സിസ്റ്റംസ്, അതായത് ഡാമിലൊക്കെ സിൽട്ടേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് സെഡിമെന്റേഷൻ ഓഫ് ഇറിഗേഷൻ സിസ്റ്റംസ്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, കുറേ സ്പീഷീസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് ഇതിന് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും ഇല്ലേ. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അതായത് ലോവർ പ്രസിപ്പിറ്റേഷൻ, മഴയൊക്കെ കുറയും, അങ്ങനത്തെ ചേഞ്ചുകൾ ഉണ്ടാവും. ലോസ് ഓഫ് നോൺ ടിമ്പർ പ്രോഡക്ട്സ്, ഓക്കെ, അതൊക്കെ നമ്മൾ എന്താ ഡീഫോറസ്റ്റേഷൻ്റെ എഫക്റ്റ് ആയിട്ട് പറഞ്ഞു. അത് തന്നെയാണ് ടിമ്പർ എക്സ്ട്രാക്ഷൻ്റെയും എഫക്ട്സ് വരുന്നത്. കാരണം എന്താ, അൾട്ടിമേറ്റ്ലി രണ്ടും സെയിം ആണ്. ഹ്യൂജ് ആയിട്ട് ലാർജ് എമൗണ്ടിൽ ടിമ്പർ എക്സ്ട്രാക്ഷൻ നടക്കുമ്പോഴാണ് ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്നത്. അതാണ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് ഒരു ചെറിയ ടോപ്പിക്കാണ്, ഡാംസ് ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ പീപ്പിൾ. അതായത് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് ഫോറസ്റ്റിനെയും അതുപോലെ ട്രൈബൽ പീപ്പിൾ, അവിടെ താമസിക്കുന്നവരുണ്ടാവുമല്ലോ, ആദിവാസികൾ പോലെയുള്ള, അപ്പം അങ്ങനെയുള്ള ട്രൈബൽ പീപ്പിളിന് എങ്ങനെയാണ് ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ, അതായത് പുതിയ ഡാമൊക്കെ വരുന്നത് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. ഓക്കെ, അപ്പം ഡാം എന്ന് വെച്ചാൽ എന്താ, ഡാം എന്ന് പറഞ്ഞ ഒരു അതൊരു ഹ്യൂജ് സ്ട്രക്ചർ ആണ് അല്ലേ. എന്താ, ഒരു ഫ്ലോയിങ് വാട്ടർ, ഒരു റിവറിനെ അക്രോസോ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഒരു സ്ഥലം, ഒരു റിവർ ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം, അതിനെ അക്രോസ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. എന്തിന്, ആ വെള്ളത്തിനെ കെട്ടി നിർത്താൻ വേണ്ടിയിട്ട്. അതായത് ആ കെട്ടി നിർത്തുന്ന ആ പോർഷനെയാണ് നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത്. ഒരു ഡാമിന്റെ റിസർവോയർ എന്ന് പറഞ്ഞാൽ ആ വെള്ളം കെട്ടിക്കിടക്കുന്ന ആ പോർഷനാണ്. സോ ആ വെള്ളം നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം, ഇറിഗേഷൻ പർപ്പസിന് യൂസ് ചെയ്യാം, നമ്മുടെ ഡെയിലി നീഡ്സിന് യൂസ് ചെയ്യാം, അഗ്രികൾച്ചർ, അതുപോലെ നാവിഗേഷൻ, ഓക്കെ, അതിനെല്ലാം, ടൂറിസം, എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം. അത് മാത്രമല്ല, അത് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും അങ്ങനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ, അതിന് വേണ്ടിയാണ് നമ്മൾ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് കാരണം ഫോറസ്റ്റിനോ അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിളിനോ ഒക്കെ ഉള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ the most significant effect of dams are by displacement of human population. എന്താ മേജർ എഫക്റ്റ് എന്താന്ന് വെച്ചാൽ ഹ്യൂമൻ പോപ്പുലേഷൻ, അതായത് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വരും അല്ലേ. അവിടെ പിന്നെ താമസിക്കാൻ പറ്റില്ല, ഒരു വലിയ സ്ട്രക്ചറാണ് വരാൻ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് അവർ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കേണ്ടി വരും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ആണ് മെയിൻ എഫക്റ്റ്. പ്യൂപ്പിൾ, കാരണം എന്താ, പ്യൂപ്പിൾ നോർമലി സെറ്റിൽ അലോങ് റിവേഴ്സ്. കാരണം എന്താന്ന് വെച്ചാൽ ആളുകൾ നോർമലി എവിടെയാണ് സെറ്റിൽ ചെയ്യുന്നത്, പുഴയുടെ തീരങ്ങളിലൊക്കെ. എന്തിനു വേണ്ടിയിട്ട്, സഫിഷ്യൻറ്റ് വാട്ടർ ഈസ് അവൈലബിൾ, കാരണം അവിടെ വാട്ടർ അവൈലബിൾ ആണ് ഫോർ ഡ്രിങ്കിങ്ങിന്, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ട്, റിസർവോയർ ഫ്ലഡിങ്, ഓക്കെ, അതിനൊക്കെ വേണ്ടി സഫിഷ്യൻറ്റ് വാട്ടർ റിവേഴ്സിൽ നിന്ന് അവൈലബിൾ ആണ്. സോ ആളുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് എന്താ, റിവേഴ്സിൻ്റെ അലോങ് ആയിട്ട് സെറ്റിൽ ചെയ്യാനായിരിക്കും. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് കാരണം ആളുകളെ എന്തായാലും അവിടുന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ അതൊരു മേജർ എഫക്റ്റ് ആണ് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ സീരീസ് ഓഫ് ഡാം ഓൺ നർമ്മദ റിവർ ഇനണ്ടേറ്റ് ഹോംസ് ഓഫ് 1.5 million പീപ്പിൾ അലോങ് വിത്ത് 6 lakh acres of land. അതായത് നർമ്മദ റിവറിനെ അക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഡാമുകൾ കാരണം, അങ്ങനെ ഒരു ഡാം കൺസ്ട്രക്ഷൻ വന്നത് കാരണം 1.5 million പീപ്പിളിൻ്റെ 1.5 million ആളുകളുടെ വീടുകളാണ് നഷ്ടപ്പെട്ടത്. അവർക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, along with 6 lakh acres of land, അത്രയും ലാൻഡും
6 lakh acres of ലാൻഡിൽ 1.5 million പീപ്പിളിന്റെ ഹോംസ് ആണ് നഷ്ടപ്പെട്ടത്. എന്ത് നർമ്മദ റിവറിൽ ഉള്ള ഡാമിന്റെ കൺസ്ട്രക്ഷൻ കാരണം. അതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻ സച്ച് കേസസ് പീപ്പിൾ വിൽ നീഡഡ് ടു ഫൈൻഡ് ന്യൂ പ്ലേസ് ടു ലിവ്. അപ്പൊ അങ്ങനത്തെ കേസിൽ എന്തായിരിക്കും, അവര് പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അതൊരു മേജർ എഫക്റ്റ് ആണ്. എഫക്റ്റ് ഓൺ ട്രൈബൽ പീപ്പിളിലുള്ള എഫക്റ്റ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദ ഗ്രേറ്റസ്റ്റ് സോഷ്യൽ കോസ്റ്റ് ഓഫ് ബിഗ് ഡാം ഈസ് വൈഡ് സ്പ്രെഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലോക്കൽ പീപ്പിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് മെയിൻ പോയിന്റ്. ഓക്കെ, it is estimated that the number of people affected by all big irrigation project in India over the past 50 years can be as 20 millions. അതായത് ഈ 50 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നടന്ന ബിഗ് ഇറിഗേഷൻ പ്രൊജക്ട്സ്, അതായത് ഇതുപോലെയുള്ള ഡാംസ്, അതിന്റെ കൺസ്ട്രക്ഷൻ കാരണം 20 മില്യൺ പീപ്പിൾ ആണ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത്. അവർക്ക് അവരുടെ ഹോം നഷ്ടപ്പെട്ട് അവർ റീലൊക്കേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നത്. ഓക്കെ, Hirakud Dam displaces more than 20,000 people residing 250 villages. Hirakud Dam ഇന്ത്യയിലുള്ള ഒരു ഡാമാണ്. അത് 250 വില്ലേജസിലായിട്ട് 20,000 പീപ്പിളിനെ ഡിസ്പ്ലേസ് ചെയ്തു. കാരണം അത്രയും ആളുകൾക്ക് ഈ ഹിരാക്കുഡ് ഡാമിന്റെ കൺസ്ട്രക്ഷൻ കാരണം വീടുകൾ നഷ്ടപ്പെട്ട് അവർ റീലൊക്കേറ്റ് ചെയ്യേണ്ടി വന്നു. അതാണ് എഫക്ട്സ് ഓൺ ട്രൈബൽ പീപ്പിൾ. ഓൺ ഫോറസ്റ്റിൽ അതിന്റെ എഫക്ട് എന്തൊക്കെയാ? thousands of hectares of forest cleared for executing river valley project. കുറെ ഫോറസ്റ്റ് ലാൻഡ് ഒക്കെ ക്ലിയർ ചെയ്യേണ്ടി വന്നു ഇതിന് വേണ്ടിയിട്ട്, ഈ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. വിച്ച് ബ്രേക്സ് നാച്ചുറൽ എക്കോളജിക്കൽ ബാലൻസ് ഓഫ് ദ റീജിയൻ. നമ്മൾ പറഞ്ഞല്ലോ, ഫോറസ്റ്റ് ഡീഫോറസ്റ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എക്കോളജിക്കൽ ബാലൻസ് തന്നെ ബ്രേക്ക് ആയി പോകും. ഫ്ലഡ്, ലാൻഡ്സ്ലൈഡ് ബിക്കം മോർ പ്രിവാലന്റ് ഇൻ സച്ച് ഏരിയാസ്. അങ്ങനത്തെ ഏരിയാസിൽ ഫ്ലഡ്, നമ്മൾ പറഞ്ഞു ഡീഫോറസ്റ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്ലഡ് ഉണ്ടാവും. ലാൻഡ്സ്ലൈഡ് എന്ന് വെച്ചാൽ ഉരുൾപൊട്ടൽ, സോയിൽ ഇറോഷൻ, ഇതെല്ലാം ഉണ്ടാവും നമ്മൾ പറഞ്ഞു. സോ അങ്ങനത്തെ ഏരിയാസിൽ ഫ്ലഡും ഇതെല്ലാം വരാൻ തുടങ്ങി. നർമ്മദ പ്രോജക്ട് സബ്മർജ് 3.5 lakh hectares of forest. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നർമ്മദ പ്രൊജക്ട്, നർമ്മദ നദിയുടെ എക്രോസ് ആയിട്ട് ഡാം കൺസ്ട്രക്ട് ചെയ്തത് കാരണം ഉണ്ടായി 3.5 lakh hectares of forest എന്തായി, സബ്മേർജ് ചെയ്തു പോയി, അതിന്റെ അടിയിലായി പോയി. തെഹരി ഡാം സബ്മേർജ് 1000 hectares of forest. തെഹരി ഡാം ആണെങ്കിൽ 1000 hectares of ഫോറസ്റ്റും സബ്മേർജ്ഡ് ആയി. ഓക്കെ, അപ്പൊ അതാണ് എഫക്ട്സ് ഓൺ ഫോറസ്റ്റ്. അപ്പൊ അത്രയാണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. ഫസ്റ്റ് മൊഡ്യൂൾ എന്താ, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതിൽ ഫോറസ്റ്റ് റിസോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഫോറസ്റ്റ് റിസോഴ്സിൽ നമ്മൾ എന്തൊക്കെയാ യൂസസ്, ഫോറസ്റ്റ് റിസോഴ്സിന്റെ യൂസസ്. ഫോറസ്റ്റ് ഒരു റിന്യൂവബിൾ റിസോഴ്സ് ആണ് നമ്മൾ പറഞ്ഞു, അതിന്റെ യൂസസ് കണ്ടു. അതിനെ നമ്മൾ കൊമേഴ്ഷ്യൽ ആൻഡ് എക്കോളജിക്കൽ യൂസസ് അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ ഫോറസ്റ്റിന്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഡീഫോറസ്റ്റേഷൻ, അതിന്റെ കാരണങ്ങൾ, അതിന്റെ എഫക്ട്സ്, അതെല്ലാം കണ്ടു. ടിമ്പർ എക്സ്ട്രാക്ഷൻ ആൻഡ് അറ്റ് ലാസ്റ്റ് എന്താണ്, ഡാംസും അതിന്റെ എഫക്ട്സ് ഓൺ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ പീപ്പിളും നമ്മൾ കണ്ടു. ഇനി ഇതിലുള്ളത് ഒരു കേസ് സ്റ്റഡി ആണ്. അതായത് ഇങ്ങനെ ഡീഫോറസ്റ്റേഷൻ സംഭവിച്ച ഒരു കേസ് സ്റ്റഡി ആണുള്ളത്. അപ്പൊ അത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ടർ റിസോഴ്സസ്, ലാൻഡ് റിസോഴ്സസ്, അങ്ങനെ കുറെ നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. എല്ലാ റിസോഴ്സസിനും കേസ് സ്റ്റഡി വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അസൈൻമെന്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഓരോ റിസോഴ്സസിന്റെയും കേസ് സ്റ്റഡി നമുക്ക് അസൈൻമെന്റ് ആയിട്ട് എടുക്കാം. അതിപ്പോ വേണ്ട, ഈ മൊഡ്യൂള് തീർന്നിട്ട് മതി. അപ്പൊ ഞാൻ അസൈൻമെന്റ് ആയിട്ട് തരാം. സോ അതുകൊണ്ട് ഇപ്പോൾ ഫോറസ്റ്റ് റിസോഴ്സസിന്റെ കേസ് സ്റ്റഡി ഞാൻ എടുക്കുന്നില്ല. അതാണ് ഇനി ഈ പോർഷനിലുള്ള ടോപ്പിക്. അത് നമുക്ക് അസൈൻമെന്റ് ആയിട്ട് ചെയ്യാം. അത് എല്ലാ റിസോഴ്സസും എടുത്തതിന് ശേഷം എല്ലാത്തിന്റെയും കൂടെ കേസ് സ്റ്റഡി നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ നെക്സ്റ്റ് ഇനി നമുക്ക് എടുക്കാനുള്ളത് വാട്ടർ റിസോഴ്സസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നെ അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോ ഞാൻ റെക്കോർഡഡ് ക്ലാസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒന്നാമത് ഈ വീക്ക് ഞാൻ കോളേജിൽ ഇല്ല, എനിക്ക് വേറെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് കോളേജിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ഒന്നും കവർ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ റെക്കോർഡഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചത്. ഇനി നിങ്ങൾക്ക് റെക്കോർഡഡ് ആണോ അതോ ലൈവ് ക്ലാസ് എടുക്കണോ എന്നുള്ളത് നിങ്ങളൊന്ന് നിങ്ങളുടെ റെപ്പിനെ അറിയിക്കണം. എന്നിട്ട് റെപ്പ് എന്നെ കോണ്ടാക്ട് ചെയ്യണം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് റെക്കോർഡഡ് ആണ് വേണ്ടതെങ്കിൽ റെക്കോർഡഡ് തരാം, അല്ല ലൈവ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ് തരാം. എന്താ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്നുള്ളത് ഒന്ന് എല്ലാവരും റെപ്പിനെ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുക. റെപ്പ് ഒന്ന് എന്നെ അറിയിക്കണം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് അടുത്ത ക്ലാസ് ചെയ്യാം.
ഓക്കെ, താങ്ക് യു.